ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മഞ്ജുസ് ടെസ്റ്റിമോണി. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന OET ലിസണിങ്ങിനെ പറ്റിയാണ്. നമ്മൾ റീഡിങ്ങിനെ പറ്റി, സ്പീക്കിങ്ങിനെ പറ്റിയൊക്കെ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ലിസണിങ്ങിനെ പറ്റി നോക്കാം. അപ്പം ലിസണിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇതൊരിക്കലും ഒരു OET നാളെ എക്സാം എഴുതാൻ പോകുന്നവർക്കോ അല്ലെങ്കിൽ പ്രാക്ടീസിൻ്റെ ഏകദേശം ഒരു എൻഡിലേക്ക് എത്തിയവർക്കോ ഉള്ളൊരു വീഡിയോ അല്ല. ഇത് ബിഗിനേഴ്സിനുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ OET ലിസണിങ് അത് കുറച്ചൊരു ടഫ് മോഡ്യൂളാണ്. ആദ്യം തുടക്കത്തിൽ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതും ഇപ്പോൾ റീസെൻ്റ് എക്സാമിന് കാണുന്നതും OET ലിസണിങ് ആൻഡ് റീഡിങ് കുറച്ച് ആൾക്കാർ ഫെയിലിയർ ആകുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ റൈറ്റിങ്ങും സ്പീക്കിങ്ങും മിക്കവർക്കും കിട്ടുന്നുണ്ട്, ലിസണിങ് മിക്കവർക്കും പോകുന്ന പോലെ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് വഴി നമുക്ക് നമ്മുടെ OET ലിസണിങ് നമ്മുടെ ഒരു റെക്കോർഡ് ആയിട്ടുള്ള സ്കോർ അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രാക്ടീസ് ടൈമിൽ ഫോളോ ചെയ്ത കാര്യങ്ങളുമാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ ഈ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലിസണിങ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളായി മാറും. മാത്രമല്ല വളരെ ഇൻട്രസ്റ്റിങ്ങും ആയിരിക്കും ലിസണിങ്. എനിക്ക് OETs പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡ്യൂൾ OET ലിസണിങ് തന്നെയായിരുന്നു. എനിക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ OET മോഡ്യൂളിലേക്കൊക്കെ ഒത്തിരി ഡീപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ലിസണിങ് സ്കില്ല് ആദ്യം ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രിലിമിനറി സ്റ്റെപ്പ്. അപ്പം ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഞാൻ എൻ്റെ ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് അല്ലേ. അതിൽ ഞാൻ ഫോളോ ചെയ്ത 2 ചാനലുകളാണ് ടെഡ് ടോക്ക് ആൻഡ് GPs ബിഹൈൻഡ് ഡോഴ്സ് എന്ന് പറയുന്നത്. ടെഡ് ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് വന്നിട്ട് ഓരോ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നതാണ്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. പല പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചൂസ് ചെയ്യാം ആരുടെ കേൾക്കണം എന്നുള്ളത്, ഏത് ടോപ്പിക്ക് വേണമെന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് അത് കേൾക്കാം. അത് ലെങ്തി ടോപ്പിക്സ് ഉണ്ട്, ചിലത് വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷെ വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഈ ടെഡ് ടോക്കിലെ സ്പീക്കിംഗ്. അപ്പം ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു, എല്ലാ ദിവസവും നിങ്ങൾ ഒരു ടെഡ് ടോക്ക് വെച്ച് കേൾക്കാൻ നിങ്ങൾ ശീലിക്കണം. ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ ടെഡ് ടോക്ക് സെർച്ച് ചെയ്ത് ടെഡ് ടോക്കിൽ ഒരു വീഡിയോ വെച്ച് ഒരു ദിവസം നിങ്ങൾ കാണുക. ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ ടെഡ് ടോക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ഒരു ദിവസം ലേൺ ചെയ്തിരിക്കും. അത് എന്താ അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ നോളജ് ലെവൽ എൻഹാൻസ് ചെയ്യാൻ ഈ ടെഡ് ടോക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്പീക്കേഴ്സാണ് അതിനകത്ത് സംസാരിക്കുന്നത്. അവരുടെ ടോപ്പിക്കും അതിനെപ്പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മാത്രമല്ല നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഫോളോ ചെയ്ത് വന്നതോ അല്ലെങ്കിൽ നമ്മൾ കേട്ടതോ കണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല, എങ്ങനെ പല കാര്യങ്ങളും ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചിന്തിക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ടെഡ് ടോക്ക് വാച്ച് ചെയ്യണം, ലിസൺ ചെയ്യണം. ഓക്കെ, സെക്കൻഡായിട്ട് ഞാൻ പറഞ്ഞത് GPs ബിഹൈൻഡ് ഡോഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. അതൊരു സീരീസ് ഓഫ് വീഡിയോസാണ്. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ എന്നും അത് കാണുന്നതിനോടൊപ്പം നിങ്ങൾക്ക് GPs ബിഹൈൻഡ് ഡോഴ്സിൽ നിങ്ങൾ കാണുന്നതിനോടൊപ്പം എഴുതുകയും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഈ GPs ബിഹൈൻഡ് ഡോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ഡോക്ടറും ഒരു പേഷ്യൻറ്റും അല്ലെങ്കിൽ ഒരു നേഴ്സ് പേഷ്യൻ്റ് തമ്മിലുള്ള ഒരു ഡേ ടു ഡേ കോൺവെർസേഷനാണ്. അവരുടെ നോർമൽ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്ന അവരുടെ നോർമൽ ആക്സെൻറ്റിൽ യാതൊരു ഇൻട്രപ്ഷൻസോ ഒന്നുമില്ലാതെ അവരിങ്ങനെ സംസാരിച്ച് പോവാണ്. നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ ഇംഗ്ലീഷിൽ അവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം അതേ സെയിം ഡയലോഗ്സാണ് നമ്മുടെ OET ലിസണിങ് പാർട്ട് എയിലുള്ളത്. അപ്പം GPs ബിഹൈൻഡ് ഡോഴ്സ് നിങ്ങൾ ലിസൺ ചെയ്തിട്ട് അത് എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് OET പാർട്ട് A വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അത് വളരെ എളുപ്പമാക്കി നിങ്ങൾക്കത് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ GPs ബിഹൈൻഡ് ഡോഴ്സ് കാണുമ്പോൾ ഒരു ബുക്ക് എടുത്ത് വെച്ച് അതിൻ്റെ കൂടെ എഴുതുകയും കൂടി ചെയ്യുക. വളരെ ഡിഫിക്കൽട്ടാണ് അതിൻ്റെ കൂടെ എഴുതി പോകുക എന്ന് പറയുന്നത്. ബട്ട് ഡു പ്രാക്ടീസ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഇതെല്ലാം ഈ പറയുന്ന കോൺവെർസേഷൻ എല്ലാം എഴുതി തീർക്കാൻ പറ്റുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്നതിനോടൊപ്പം എഴുതാനായിട്ട് നിങ്ങളുടെ ആ ഒരു കൈകൊണ്ട് അത് വഴങ്ങും. നിങ്ങൾക്ക് ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫ്ലോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡിനെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ അത് വളരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഈ കേട്ടുകൊണ്ട് ഒരാളുടെ സംസാരം കേട്ടുകൊണ്ട് എഴുതി പോകാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട് അല്ലേ. അപ്പം അത് നമുക്ക് നല്ല രീതിയിലത് പ്രാക്ടീസ് ചെയ്യണം. സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മളതുപോലെ പ്രാക്ടീസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മാറും. പിന്നെ എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മളൊരു കാര്യം ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെഡ് ടോക്കിലൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം ലിസൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ അത്രയും നേരം ലിസൺ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നൊന്ന് റീകോൾ ചെയ്യാൻ ശ്രമിച്ച് നോക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ലിസണിങ് സ്കിൽ എത്രത്തോളം ഉണ്ടെന്നൊന്ന് അസസ് ചെയ്യാനായിട്ട് നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യും. അതായത് നിങ്ങൾക്കത് പറഞ്ഞത് മനസ്സിലായോ, നിങ്ങൾക്കതൊന്ന് ചുരുക്കാൻ പറ്റുന്നുണ്ടോ, ഒന്ന് ചുരുക്കി ഒന്ന് സംഗ്രഹിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അസസ് ചെയ്യുന്നത് നിങ്ങൾ OET സി പാട്ടിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കാരണം OET സി പാട്ട് എന്ന് പറയുന്നത് ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു മോണോലോഗോ ഡയലോഗോ ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പം അത് ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷനാണ് അവർ കൊടുക്കുന്നത്. ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് വായിച്ച് ഒരു 90 സെക്കൻഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ വായിക്കുന്ന സമയത്ത് നമ്മളതൊരു സ്റ്റോറി പോലെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഓഡിയോ ഓൺ ആകുമ്പോഴത്തേക്കും ഈ സ്റ്റോറി നമുക്ക് കൃത്യമായിട്ട് കേട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് OET ലിസണിങ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആർട്ടിക്കിൾസൊക്കെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതൊന്ന് സംഗ്രഹിക്കാനും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം പിന്നെ മറക്കാതെ ചെയ്യേണ്ട കാര്യം ഡെയിലി പോയി ലിസൺ ചെയ്യണം എന്നുള്ളതാണ്. എന്തെങ്കിലുമായിട്ട് നിങ്ങൾ ലിസൺ ചെയ്തിരിക്കണം, അതിനകത്ത് യാതൊരു കോംപ്രമൈസും വെക്കരുത്. പറ്റുവാണെങ്കിൽ എവറി ടൈം എന്ന് പറഞ്ഞ് ഉറങ്ങാതിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഉറങ്ങണം, ഉറക്കം മുഖ്യമാണ്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നു, എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് ചെവിയിൽ വയ്ക്കാൻ പോസിബിലിറ്റി ഉള്ളത് ആ സമയത്തൊക്കെ നിങ്ങൾ ലിസൺ ചെയ്യണം. ഇംഗ്ലീഷ് ലിസൺ ചെയ്യണം. UK, അമേരിക്കൻ, ഓസ്ട്രേലിയൻ ആക്സെൻറ്റിലുള്ള ഡയലോഗ്സുകളെല്ലാം നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ കേട്ടിട്ട് ആദ്യമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ മനസ്സിലായില്ലെങ്കിൽ നിങ്ങളത് കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ ടൈം കഴിയുന്തോറും നിങ്ങൾ അതിനോട് അഡാപ്റ്റഡ് ആകും. നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് എല്ലാവരും ഈ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ ആരും തുടക്കത്തിൽ തന്നെ എല്ലാം മനസ്സിലാക്കി അങ്ങനെ എല്ലാം നമുക്ക് അങ്ങനെ ഒരു കഴിവൊന്നുമായിട്ട് നമ്മളാരും വന്നവരല്ല. എല്ലാം നമ്മൾ ബൈ പ്രാക്ടീസ് വഴിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. നമുക്കില്ലാത്ത ഒരു കാര്യം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങളുടെ ആ ഒരു ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ലിസണിങ് സ്കിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈമില്ല, ഇതൊന്നും ലിസൺ ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് മോഡ്യൂളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ മോഡ്യൂൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. അതും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം OET ലിസണിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. ഡു പ്രാക്ടീസ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് വീഡിയോസ് ഓൺ YouTube ആൻഡ് സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ. ഞാൻ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനി ഇടുന്നതായിരിക്കും. മോഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യും. അപ്പം ഇപ്പം ഞാൻ ഒരു പ്രിലിമിനറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടും. അപ്പം നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നതാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.